നമസ്കാരം. ബിയർ കുപ്പി കൊണ്ടൊരു ക്ഷേത്രം കൗതുകം തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെ പറ്റുമോ എന്ന സംശയമുണ്ട്. എന്നാൽ അങ്ങനെ പറ്റും. അതും ആരുടെ ക്ഷേത്രമെന്ന് അറിയണ്ടേ? ശ്രീ ബുധന്റെ. അപ്പോൾ തോന്നും ബുദ്ധനും മദ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അങ്ങനെ വല്ല കഥയുമുണ്ടോ എന്ന് ഒരു തോന്നലുണ്ടാകും. എന്നാൽ അങ്ങനെ ഒരു കഥയുമില്ല. തായ്ലൻഡിലാണ് ബുധന്റെ ക്ഷേത്രം പൂർണ്ണമായും ബിയർ കുപ്പിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് വാട്ട് പാ മഹാചേടി കൗ ബുദ്ധക്ഷേത്രം. ഇന്ന് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറുകയാണ് ഇവിടം. പരിസ്ഥിതിയോട് ഇണങ്ങിയ അപൂർവ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ആത്മീയത എങ്ങനെയാണ് പുതിയ കാലത്തെ വെല്ലുവിളികളെ മനോഹരമായി നേരിടുന്നതെന്ന് കാണാൻ കൂടിയാണിത്. വാട്ട് പാ മഹാചേടി കൗ എന്ന് മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ പേര്. ദശലക്ഷം കുപ്പികളുടെ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 15 ലക്ഷത്തിലേറെ കുപ്പികളാണ് ക്ഷേത്രം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല സമീപത്തെ കെട്ടിടങ്ങളും നിർമ്മിച്ചത് കുപ്പികൾ കൊണ്ട് തന്നെയാണ്. തായ്ലൻഡിന്റെ മധ്യഭാഗത്തുള്ള സിസ കേറ്റ് പ്രവിശ്യയിലാണ് ഈ മനോഹരമായ ബുദ്ധക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാലിയായ ബിയർ കുപ്പികളാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ കുപ്പികളൊക്കെ ശേഖരിച്ചത്. ഈ കുപ്പികൾ കൊണ്ടാണ് പ്രാർത്ഥനാ മുറികളും വിശ്രമ മുറികളും അടങ്ങിയ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രം മാത്രമല്ല, ഒരു ശ്മശാനം വരെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ബിയർ കുപ്പികൾ കൊണ്ട്. അതും ബിയർ കുപ്പികൾ കൊണ്ട് തന്നെ ഒരു കലാവിരുന്ന് നടത്തിയിട്ടുണ്ട്. ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഓരോ കുപ്പികളും കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ചാണ് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായ ഡിസൈനും വെയിലേൽക്കുമ്പോൾ സവിശേഷ വർണ്ണപ്രകാശമെല്ലാം ബിയർ കുപ്പികൾ ഈ ബുദ്ധക്ഷേത്രത്തിന് മറ്റൊരു ഭംഗി നൽകുന്നുണ്ട്. ഭൂരിഭാഗം ബുദ്ധക്ഷേത്രത്തിനും സ്വർണ്ണ നിറമാണ്. പക്ഷെ ഇവിടെ വെയിലേൽക്കുമ്പോൾ ഹൈനക്കൻ കുപ്പികളുടെ പച്ച നിറവും ചാങ് കുപ്പികളുടെ തവിട് നിറവുമാണ് പ്രതിഫലിക്കുന്നത്. 1984 വാട്ട് പാ മഹാചേടി കൗവിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ചില്ല് മദ്യക്കുപ്പികൾ മൂലമുണ്ടാകുന്ന മാലിന്യം പെറുക്കി വരുന്നത് ചില ബുദ്ധ സന്യാസിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ചില്ല് മദ്യക്കുപ്പികൾ അതുമൂലമുണ്ടാകുന്ന മാലിന്യം അതെല്ലാം തന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് ചില ബുദ്ധ സന്യാസിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ പ്രകൃതിയോട് ചേർന്നുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ബുദ്ധ സന്യാസിമാരാണ് ബിയർ കുപ്പി കൊണ്ട് ക്ഷേത്രം നിർമ്മിച്ചാലോ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇതോടെ മുതിർന്ന ബുദ്ധ സന്യാസിയുടെ നേതൃത്വത്തിൽ അവർ ഒരു ചലഞ്ച് നടത്തി. മതിലിൽ 100 ബിയർ ബോട്ടിലുകൾ എന്നായിരുന്നു ചലഞ്ച്. നാട്ടുകാരും കടക്കാരും കാലിയായ ബിയറിന്റെ കാലിക്കുപ്പികൾ ശേഖരിച്ച് നൽകുന്നതിന് ഒരു ചലഞ്ചിന് കാരണമായി. ബിയർ കുപ്പികൾ വലിയ തോതിൽ എത്തിത്തുടങ്ങിയതോടെ അതുപയോഗിച്ച് നിർമ്മാണവും തുടങ്ങി. ശ്മശാനമാണ് ആദ്യം നിർമ്മിച്ചത്. 2 വർഷമാണ് ഇതിന്റെ നിർമ്മാണത്തിനായി എടുത്തത്. ഈ പ്രദേശത്ത് ക്ഷേത്രവും ശ്മശാനവും അടക്കം 20ഓളം കെട്ടിടങ്ങൾ ചില്ലുകുപ്പി കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമയി TV.